എല്ലാവർക്കും നമസ്കാരം. ബിലു ബാലകൃഷ്ണനാണ് ഇവിടെ. കുറച്ച് ദിവസമായി കുട്ടികൾക്കും എൻ്റെ യൂട്യൂബിലെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് തിരക്കായിരുന്നു. കൺസൾട്ടൻസി ഫോമിൻ്റെയും പ്രാക്ടീസിൻ്റെയും ഒക്കെ കുറച്ച് തിരക്കായിരുന്നു. CS-ൻ്റെ റിസൾട്ട് ഇപ്പോൾ വരാറായി. അടുത്ത ആഴ്ച. ഈ പ്രാവശ്യം ഞങ്ങൾ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ പറയാറുണ്ട്, 2 ഓണമാണ്. ഒന്ന് 26-ാം തീയതി തിരുവോണവും തലേദിവസം റിസൾട്ടുമാണ്. CS എഴുതിയിട്ടുള്ള, എക്സാം എഴുതിയിട്ടുള്ള, എക്സിക്യൂട്ടീവ് പ്രൊഫഷൻ എഴുതിയിട്ടുള്ള ഒത്തിരി കുട്ടികൾ ഈ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. രണ്ടാമത് എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും, എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്പനി സെക്രട്ടറീസിൻ്റെ CS പ്രൊഫഷൻ്റെ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഈ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഒരുപാട് ക്ലാസ്സുകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എക്സിക്യൂട്ടീവിൻ്റെയും അതുപോലെ CA ഒക്കെ കമ്പനിയിലൊക്കെ ഒത്തിരി കുട്ടികൾ ഇത് നോക്കി പഠിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം. പിന്നെ കരിയർ ഗൈഡൻസ് വീഡിയോ ഉണ്ട്. എല്ലാ ആസ്പെക്റ്റിലുള്ള വീഡിയോസും, നമ്മുടെ പ്രൊഫഷൻ്റെ ഗ്രോത്ത്, റോള്, വിദേശത്ത് ഓപ്പർച്യൂണിറ്റി, പാരൻസിൻ്റെ റോള്, കുട്ടികളുടെ മോട്ടിവേഷൻ, അങ്ങനെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസും കൂടെ നോക്കുക. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇന്നിപ്പോൾ അല്ലാതെ എൻ്റെ ഷോർട്സ് ഒത്തിരി കാണുന്നുണ്ടായിരിക്കും പലരും. അപ്പോൾ ഇന്നത്തെ വിഷയം മാറുന്ന CS പ്രൊഫഷനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ 2026 എത്തി. ഇനിയിപ്പോൾ മാസങ്ങളേ ഉള്ളൂ 2027 പോകാനായിട്ട്. പലർക്കും അറിയാം, പ്രത്യേകിച്ച് CS പഠിക്കുന്ന കുട്ടികൾക്കറിയാം, 1980 ഒരു സ്റ്റാറ്റ്യൂട്ടറി ആക്ട് തുടങ്ങി നമ്മുടെ പ്രൊഫഷൻ. അതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷെ 1980 കമ്പനി സെക്രട്ടറീസ് ആക്ട് കൊണ്ടുവന്ന് നമ്മളൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറിയത്. അതിനു മുമ്പ് തന്നെ നമുക്ക് 2 പ്രൊഫഷണൽ ബോഡീസ് ഇന്ത്യയിലുണ്ടായിരുന്നു. ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ്, 1949 ആക്ട് പ്രകാരം വന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ്, 1959 ആക്ട് വന്നത്. ആ 2 പ്രൊഫഷനിലും ഇതുപോലെ തന്നെ മാറ്റങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവരെ ഒരുപാട്, എസ്പെഷ്യലി IT, AI കൊണ്ട് ഒത്തിരി അവർ മാറി. നമ്മളെ പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ, കമ്പനി സെക്രട്ടറി പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ, നമ്മളുടെ വളർച്ച പല സ്റ്റേജസിൽ നിന്നും മാറി മാറി കൂടി വരികയായിരുന്നു. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, 2000 എന്ന് പറയുന്ന വർഷം കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിമാർ ചില കമ്പനികൾക്ക് ആനുവൽ കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമായിരുന്നു, പഴയ 383A എന്ന് പറയുന്ന കമ്പനി നിയമത്തിൽ. അപ്പോൾ അവിടെ നിന്നും തന്നെ പ്രാക്ടീസിങ് സൈഡ് വളരെ ജനങ്ങളുടെ ഇടയിൽ, കോർപ്പറേറ്റ്സിന്റെ ഇടയിൽ എത്തുന്ന രീതിയിൽ ഇംപ്രൂവ് ആവുകയും ഗ്രോത്ത് വരികയും, വൻകിട ലിസ്റ്റഡ് കമ്പനീസ് വോളണ്ടറി ആയിട്ട് തന്നെ സെക്രട്ടേറിയൽ ഓഡിറ്റ് ചെയ്തു തുടങ്ങി. വർഷം തോറും ലിസ്റ്റഡ് കമ്പനീസിനും വലിയ കമ്പനികൾക്കൊക്കെ ആനുവൽ റിട്ടേൺ സർട്ടിഫിക്കേഷൻ വരികയും, 2013 ആക്ട് വന്നപ്പോൾ, കമ്പനീസ് ആക്ട് വന്നപ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 3 സെക്ഷൻ, 203 അപ്പോയിന്റ്മെന്റ് ഓഫ് KMB, 204 സെക്രട്ടറിയൽ ഓഡിറ്റ്, 205 ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറി. ശരിക്കും 2013 ആക്ട് വന്നപ്പോൾ എംപ്ലോയ്മെന്റിൽ പോകുന്ന കമ്പനി സെക്രട്ടറിമാരുടെ സ്റ്റാറ്റസ് ഒരു കംപ്ലയൻസ് ഓഫീസറിൽ നിന്നും മാറി ഒരു കീ മാനേജറൽ പേഴ്സണൽ KMB മാറി. MDക്ക് തുല്യമായിട്ടും CEO-ക്ക് തുല്യമായിട്ടും ഹോൾ ടൈം ഡയറക്ടറിന് തുല്യമായിട്ടും കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യണമെന്ന് നിയമം വന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാം. 203 പ്രകാരം ഇന്ത്യയിലെ എല്ലാ ലിസ്റ്റഡ് കമ്പനികളും, 10 കോടിക്ക് മുകളിൽ പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനികളും എല്ലാ KMB-മാരെയും, CEO-യും MD-യെയും ഹോൾ ടൈം ഡയറക്ടറെയും കമ്പനി സെക്രട്ടറിയും CFO-യും അപ്പോയിന്റ് ചെയ്യണം. അത് ഒഴികെയുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് 10 കോടിക്ക് മുകളിൽ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കമ്പനി സെക്രട്ടറിയെ മാത്രം ഒരു ഹോൾ ടൈം എംപ്ലോയ്മെന്റ് ബേസിസിൽ അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുതപ്പെട്ട നല്ലൊരു ശതമാനം കമ്പനികൾക്കും ഒരു ഹോൾ ടൈം കമ്പനി സെക്രട്ടറി വേണമെന്നും, അതിലുപരി പ്രാക്ടീസിങ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുതപ്പെട്ട എല്ലാ ഫോംസിനും ഡയറക്ടർമാർ അപ്പോയിന്റ് ചെയ്യുന്ന ഫോംസ്, ഡെപ്പോസിറ്റ്സിന്റെ ഫോംസ്, ചാർജിന്റെ ഫോംസ്, ആനുവൽ അക്കൗണ്ട്സ് ഫയൽ ചെയ്യുന്ന ഫോംസ്, ഒത്തിരി കാര്യങ്ങൾ, ഷെയർ അലോട്ട്മെന്റ് ഫോംസ്, അങ്ങനെ DAR 212 പറഞ്ഞ CSG1, MGT 14, AOC 4, MGT 77, ഇങ്ങനെ ഒത്തിരി ഫോംസിലും മാൻഡേറ്ററി ആയിട്ട് കമ്പനി സെക്രട്ടറി, പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിമാരുടെ സർട്ടിഫിക്കേഷനും കൂടെ ആവശ്യമാണ്. എസ്പെഷ്യലി ആനുവൽ റിട്ടേൺ സർട്ടിഫിക്കേഷൻ ഉണ്ട്, സെക്ഷൻ 92. അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് ചോദിച്ചാൽ, എല്ലാ അർത്ഥത്തിലും കമ്പനി സെക്രട്ടറീസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി പൊസിഷനിൽ നിന്നും മാറി ശരിക്കും ഒരുവിധം കൊള്ളാവുന്ന നല്ലൊരു കോർപ്പറേറ്റ് കമ്പനികൾക്ക്
അവരുടെ കംപ്ലയൻസ് കാര്യങ്ങളും ലീഗൽ കാര്യങ്ങളും പ്രോപ്പറായിട്ടാണോ നടത്തുന്നത് എന്നുള്ളത് നോക്കാനായിട്ട് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രൊഫഷണലായി മാറി കമ്പനി സെക്രട്ടറി. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ കമ്പനീസ് ആക്ടിൽ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിന് മാത്രമേ ഉള്ളൂ ഒരു ഔദ്യോഗികമായിട്ടൊരു ക്വാളിഫിക്കേഷൻ ഉള്ളൂ. ഡയറക്ടർ ആവാൻ ദർ ഇസ് നോ പ്രോപ്പർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്പെസിഫൈഡ് ഇൻ ദ ആക്ട്. MD ആവാനും ദർ ഇസ് നോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്പെസിഫൈഡ് ഇൻ ദ ആക്ട്. CEO ആവാനും അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ ഇല്ല. CFO ആവാൻ പോലും, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആവാൻ പോലും കമ്പനി നിയമത്തിൽ അദ്ദേഹം ഇന്നാളായിരിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. ബോർഡ് അപ്പോയിന്റ് അനുസരിച്ച്. എന്നാൽ കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ചോളം അങ്ങനല്ല. ഇന്ത്യയിലെ കമ്പനികളിൽ കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ മെമ്പർ ആയിരിക്കണമെന്ന് മാൻഡേറ്ററി ആയിട്ട് കണ്ടീഷനുണ്ട്, സെക്ഷൻ 2(24). അപ്പോ CS എൻട്രൻസ് കഴിഞ്ഞ്, എക്സിക്യൂട്ടീവ് കഴിഞ്ഞ്, പ്രൊഫഷണൽ കഴിഞ്ഞ്, ട്രെയിനിങ്ങും കഴിഞ്ഞ് നിങ്ങൾ അസോസിയേറ്റ് മെമ്പറായി കഴിയുമ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. മറ്റൊരു പ്രൊഫഷനും ഇല്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നേഷനാണ് ഇത്. പ്രത്യേകിച്ച് ഇന്ത്യൻ നിയമത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ റിസർച്ച് എടുത്തപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും പല ഓപ്ഷൻസ് ആണ്, പലരെ അപ്പോയിന്റ് ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല. കമ്പനി സെക്രട്ടറീസിന് മാത്രമേ കമ്പനി സെക്രട്ടറി ആയിട്ട്, അതായത് ICICIയുടെ മെമ്പേഴ്സിന് മാത്രമേ കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് മാത്രമേ ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ICICIയുടെ റോൾ കൂടെ പറയണം. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ റോൾ മോഡലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. IT എനേബിൾഡ് കാര്യങ്ങളിലായാലും, സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്ന കാര്യത്തിലായാലും. വേൾഡിൽ സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇത്രത്തോളം റെക്കഗ്നേഷനുള്ള ഒരു പ്രൊഫഷൻ ഇന്ത്യയിൽ വേറെ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഡൊമൈൻ. ഇപ്പൊ ഞാനൊക്കെ സാറിന് ഒരു ബാച്ച് തുടങ്ങുമ്പോൾ എല്ലാ കുട്ടികൾക്കും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് കമ്പനി സെക്രട്ടറി? അപ്പോൾ പല കുട്ടികളും പറയുന്നത് ലീഗൽ കാര്യങ്ങൾ നോക്കുക, കംപ്ലയൻസ് നോക്കുക എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. കാരണം നിങ്ങൾക്കറിയാം, സെബി നിയമപ്രകാരം നമ്മളെ ചീഫ് കംപ്ലയൻസ് ഓഫീസറായിട്ട് കൂടെ അപ്പോയിന്റ് ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞ് കംപ്ലയൻസ് ഓറിയന്റഡ് ആണ് നമ്മളിന്ന് പൊതുവെ പാരന്റ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും എല്ലാവർക്കും, ഭാവിയിലെ സ്റ്റുഡൻസിനും പ്രസന്റ് സ്റ്റുഡൻസിനും പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ കുറച്ച് മാറി ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം ഞാൻ 20 വർഷമായി ഈ ഫീൽഡിൽ സജീവമായിട്ടുണ്ട്. 10-20 വർഷമായിട്ട് തന്നെ CS ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. എസ്പെഷ്യലി എൻ്റെ സബ്ജക്ട്സ് ലോ ആണ്. കമ്പനി ലോ, എക്കണോമിക് ലോ, ഫൈനൽ ESG, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ്, ഡ്യൂ ഡിലിജൻസ്, ഡ്രാഫ്റ്റിംഗ്, എല്ലാം കുറച്ച് ഹെവി വെയിറ്റ് ടോപ്പിക്സ് കണ്ടിന്യൂസ് ആയിട്ട് ദൈവം സഹായിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഒരാളാണ്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഓൺലൈനും മുമ്പെല്ലാം ഓഫ്ലൈനായിരുന്നു. സാർ എന്താ പറയാൻ കാര്യം? ഞാൻ എന്തായത് പറയാൻ കാര്യം? ഈ പ്രൊഫഷണൽ മാറ്റങ്ങൾ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രോത്ത് ആണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ മാത്രമായിരുന്ന കമ്പനി സെക്രട്ടറിമാര് പല കമ്പനികളിലും വാല്യൂ അഡീഷൻ ആയിട്ട് മാറി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത. എൻ്റെ ലൈഫിൽ തന്നെ അങ്ങനെയാണ്. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. 17 വർഷം കമ്പനി സെക്രട്ടറി ആയിരുന്നു. ഒരുപക്ഷെ പകുതി വർഷങ്ങൾ മാത്രമേ ഞാൻ അവിടെ CS ആയിട്ട് എൻ്റെ സേവനം ഉള്ളൂ. ബാക്കി പകുതി വർഷവും, അതായത് അറൗണ്ട് 8-9 വർഷവും ആ കമ്പനിയിലെ ജോയിന്റ് വെഞ്ചേഴ്സിനെ കുറിച്ചും ആ കമ്പനിയിലെ പല അഗ്രിമെന്റ്സിനെ കുറിച്ചും പുതിയ ബിസിനസ് മോഡൽസിനെ കുറിച്ചും അതുപോലെ തന്നെ CSRലും കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനിലും HR-ലും എല്ലാ മേഖലകളിലും ഞാൻ കൈകടത്തുകയും എനിക്ക് അതിനുള്ള അധികാരവും ഒഫീഷ്യലായിട്ടുള്ള പൊസിഷനും കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു ലെവല് കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ മാത്രമല്ല, മറിച്ച് ആ കമ്പനിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മാനേജ്മെന്റിന്റെ പാർട്ടായിട്ട് നിങ്ങൾ മാറുന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ എന്നെപ്പോലെ തന്നെ എത്രയോ കമ്പനികളിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പല ഫേമസ് ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനികളിലും അവിടുത്തെ കമ്പനി സെക്രട്ടറിമാര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം സ്റ്റാറ്റ്യൂട്ടറി റോൾ, കംപ്ലയൻസിനുപരി കമ്പനിയുടെ ബിസിനസ് കാര്യങ്ങളിലും കമ്പനിയുടെ ദിശ തീരുമാനിക്കുന്ന കാര്യങ്ങളിലും കമ്പനിയുടെ ഡെവലപ്മെന്റ്, ഫണ്ട് റേസിംഗ്, IPOs, അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി, വെഞ്ചർ ക്യാപിറ്റൽ, ഇത്തരം കമ്പനിയുടെ ഒരു ഗ്രോത്തിന് വേണ്ടി M&A, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് അഡ്വൈസ് ചെയ്യുന്ന കാര്യവുമായിട്ടൊക്കെ മുന്നോട്ട് ടോപ്പ് മാനേജ്മെന്റ് ഒരു പാർട്ടായിട്ട് കമ്പനി സെക്രട്ടറിമാർ കൂടെ ഉണ്ടെന്നുള്ളത് ശരിക്കും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇനി പ്രാക്ടീസിങ് സൈഡ് ആവട്ടെ,
നമ്മൾ സാധാരണയിൽ ഫോം ഫയൽ ചെയ്യുന്നു, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു, കമ്പനിയുടെ മിനിറ്റ്സും ബോർഡ് മീറ്റിങ്ങും സെക്രട്ടറിയൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇത്തരം രീതിയിലാണ് പൊതുവെ കമ്പനി സെക്രട്ടറിമാരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടികളും പാരൻസും ഭാവിയിലെ കുട്ടികളും മനസ്സിലാക്കണം, നമ്മൾ പ്യൂർലി ഒരു സെക്രട്ടേറിയൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി നിന്ന് മാറി നമ്മളൊരു കോർപ്പറേറ്റ് അഡ്വൈസറായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. കോർപ്പറേറ്റ് അഡ്വൈസർ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ വെറും ഇൻകോർപ്പറേഷൻ സെക്രട്ടേറിയൽ കാര്യങ്ങൾ മാത്രമല്ല, ഏത് വെർട്ടിക്കൽ, അതായത് ഏത് രീതിയിൽ കമ്പനി തുടങ്ങണം, ഏതൊക്കെ രീതിയിൽ നമുക്ക് തുടങ്ങാം, LLP മതിയോ, കമ്പനി വേണോ, പ്രൈവറ്റ് വേണോ, പബ്ലിക് വേണോ, ഓഫീസ് വേണോ എന്നുള്ളൊരു ഡിസിഷൻ എന്റർപ്രണേഴ്സിന് പറഞ്ഞു കൊടുക്കുക, അവരുടെ ക്യാപിറ്റൽ റേസിംഗിനെ കുറിച്ച് അഡ്വൈസ് ചെയ്യുക, വിദേശത്തു നിന്നും ക്യാപിറ്റൽ കൊണ്ടുവരാനായിട്ട് FDI, FEMA റെഗുലേഷൻസ് ഒക്കെ കംപ്ലൈ ചെയ്തുകൊണ്ട് നിയമപരമായിട്ട് എങ്ങനെ വെളിയിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാം, അതിനുവേണ്ടിയുള്ള അഗ്രിമെന്റ്സ്, അതിനുവേണ്ടിയുള്ള കംപ്ലയൻസ് പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ന്യൂ മാർക്കറ്റ് എൻട്രി, പുതിയ സ്ഥലങ്ങളിൽ പുതിയ കൺട്രീസിലും ഒക്കെ നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റും, അവിടുത്തെ ലോ, ആ കൺട്രിയും നമ്മളെ കൺട്രിയുമായിട്ടുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റിന്റെ പ്രൊവിഷൻസ് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നിന്ന് ഇൻകം കൊണ്ടുപോകുമ്പോൾ വിത്ത്ഹോൾഡിംഗ് ടാക്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഏതൊക്കെ സെക്ടറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഏതൊക്കെ സെക്ടറിൽ വിദേശികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ഇന്റലക്ച്വൽ റൈറ്റ്സ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞു കൊടുക്കുക. പുതിയ പുതിയ കമ്പനികളെ എങ്ങനെ അക്വയർ ചെയ്യാന്ന് പറഞ്ഞു കൊടുക്കുക. അക്വിസിഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇന്ത്യയിലിരിക്കുന്ന ഒരു കമ്പനി വെളിയിലിരിക്കുന്ന ഒരു കമ്പനിയെ എങ്ങനെ അവരുമായിട്ട് മെർജ് ചെയ്യും, ക്രോസ് ബോർഡർ മെർജേഴ്സ് എങ്ങനെയാണ് നടക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. കോമ്പറ്റീഷൻ നിയമത്തിലെ കോംപ്ലക്സിറ്റീസ് പറഞ്ഞു കൊടുക്കുക. എന്തിനധികം ഫെമ നിയമങ്ങളിലെ എല്ലാ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനെ കുറിച്ചും ലിബറലൈസ് റെമിറ്റൻസ് സ്കീമിനെ കുറിച്ചും എന്തൊക്കെ രീതിയിൽ ഇൻവേർഡ് റെമിറ്റൻസും ഔട്ട്വേർഡ് റെമിറ്റൻസും നിയമപരമായിട്ട് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു കമ്പനിയുടെ ഗ്രോത്ത് സ്ട്രാറ്റജിയിൽ, ഗ്രോത്ത് ഡൈനാമിക്സിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ട് ഒരു അഡ്വൈസർ റോള് വഹിക്കുന്ന ഒരാളായി മാറി ഇപ്പോൾ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി. അല്ലാതെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കുറെ ഫോമുകൾ ഫയൽ ചെയ്യുന്നത് മാത്രമല്ല, അതെന്തായാലും നമ്മുടെ ബേസിക്സ് ആണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലുപരി ഒരു കമ്പനി സെക്രട്ടറിയെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ ഒരു കമ്പനി നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി ലാർജ് സ്കെയിലില് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്നും, എല്ലാ ലീഗൽ കാര്യങ്ങൾ കംപ്ലൈ ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്നും, ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ്, M&A ട്രാൻസാക്ഷൻ, ഡീൽസ്, ഇതുപോലത്തെ കാര്യങ്ങളിൽ നമുക്കൊരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂ ഡെലിജൻസ് ആവശ്യമുണ്ടെന്നും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്ലയൻസിനും അതുപോലെ തന്നെ വൻകിട കമ്പനികൾക്കും മനസ്സിലായി തുടങ്ങി. ഇപ്പൊ എന്നെ പോലും ഞാനിവിടെ ട്രിവാൻഡ്രത്തുകാരനാണ്, പലർക്കും അറിയാം. എത്രയോ വിദേശത്തുള്ള പല പല ആൾക്കാരെ നമ്മൾ അന്വേഷിച്ച് ചോദിക്കുകയും ഫെമ നിയമത്തിനെ കുറിച്ചും FTDR കുറിച്ചും FDI കുറിച്ചും NRIക്കുള്ള ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചും സോഫ്റ്റ്വെയർ ആസ് എ സർവീസിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന കുറിച്ചൊക്കെ എനിക്ക് എൻക്വയറീസ് വരെ ആവശ്യപോലെ നമുക്ക് ക്ലയൻസുകൾ കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ബിലുസാറിന്റെ കഥയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. കമ്പനി സെക്രട്ടറിമാര് എത്രത്തോളം നമ്മുടെ കോർപ്പറേറ്റ് മേഖലകളിൽ വ്യാപിച്ചുവെന്നും നമ്മുടെ സ്കിൽ സെറ്റ് അംഗീകരിക്കപ്പെടുന്നുവെന്നും ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ് ലീഗലി കംപ്ലയന്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഒരു കമ്പനി സെക്രട്ടറിയുടെ സേവനം ആവശ്യമുണ്ടെന്ന് ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനും ഡയറക്ടേഴ്സിനും MDക്കും ടോപ്പ് മാനേജ്മെന്റിനും മനസ്സിലായി എന്നുള്ളതാണ് സത്യം. ട്രേഡ് മാർക്ക് പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കുക, കോപ്പിറൈറ്റ് എടുത്തു കൊടുക്കുക, നേരത്തെ പറഞ്ഞില്ലേ സോഫ്റ്റ്വെയറിന്റെ IP എടുത്തു കൊടുക്കുക, ജോയിന്റ് വെഞ്ചേഴ്സ് അഗ്രിമെന്റ്സ് ഡിസ്കസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക, ഷെയർ പർച്ചേസ് അഗ്രിമെന്റ് ഡിസ്കസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക, ഷെയർ ഹോൾഡേഴ്സ് അഗ്രിമെന്റ് അവർ കൂടെ നിന്ന് തന്നെ പ്രോസസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി അഗ്രിമെന്റ് ചെയ്തു കൊടുക്കുക. എന്തിനധികം പറയണം, ഒത്തിരി പുതിയ ന്യൂജൻ കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് സത്യം. ഇത് മെട്രോസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറച്ചുകൂടി മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് വന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ യുഗത്തിൽ, ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാ മേഖലകളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജിയോഗ്രാഫിക്കൽ ഡയമെൻഷൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു അധ്യാപകൻ എന്ന രീതിയിലും ഒരു സുഹൃത്ത് എന്ന രീതിയിലും ഒരു കുടുംബത്തിലൊരു അംഗം എന്ന രീതിയിലും നിങ്ങൾ ഉൾക്കൊള്ളണം. ഇതെല്ലാം ഉൾക്കൊണ്ട് വേണം നിങ്ങൾ CS കോഴ്സിനെ സമീപിക്കുകയും പഠിക്കുകയും പാസ്സാവുകയും പ്രൊഫഷണൽ എൻട്രിയും ചെയ്യുന്നത്. പരീക്ഷകൾ വരും, റിസൾട്ട് വരും, അതല്ല നമ്മളൊരു മാനദണ്ഡം. നമ്മൾ നല്ല രീതിയിൽ ഒരു കമ്പനി സെക്രട്ടറി ആവുന്ന രീതിയിൽ നമ്മൾ എക്വിപ്ഡ് ആയി എന്ന് നിങ്ങൾ പരീക്ഷ വഴിയെ തെളിയിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങൾ മറ്റുള്ള ട്രെയിനിങ്ങും ഒക്കെ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ കമ്പനി സെക്രട്ടറി ആവും. നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്
വലിയൊരു കോർപ്പറേറ്റ് അഡ്വൈസറി മേഖലയാണ്. 2 ഓപ്ഷനുണ്ട് നമുക്ക്. ഒന്ന്, കമ്പനികൾ കീ മാനേജർ പേഴ്സണലായിട്ട് അവിടുത്തെ ഹോൾ ടൈം കമ്പനി സെക്രട്ടറി ആയിട്ട് MD കൂടെയും CFOയുടെ കൂടെയും CEO കൂടെയും ടോപ്പ് മാനേജ്മെന്റിൽ നിന്നൊക്കെ വർക്ക് ചെയ്ത് ആവശ്യപോലെ സാമ്പത്തികമായിട്ട് ഭദ്രതയോടുകൂടി ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പാണ്. 2ാമത്തെ ഓപ്ഷനാണ് സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓഫീസ്, നിങ്ങളെ തന്നെ വീട്ടിലോ തൊട്ടടുത്ത ബിൽഡിങ്ങിലൊക്കെ സുഖമായിട്ട് ഡോക്ടർമാരും ഒക്കെ അഡ്വക്കേറ്റ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഫേം ഇടാം. സുഹൃത്തുക്കളെ കൂടെയൊക്കെ ചേർന്ന് LLP ഒക്കെ തുടങ്ങി ഒരു പ്രൊഫഷണൽ ഫേം ആവാം. നിങ്ങൾക്കൊരു എംപ്ലോയർ ആവാം. എംപ്ലോയി ആവുന്നതിന് പകരം കമ്പനിയുടെ കാര്യങ്ങൾ മുതൽ LLP മുതൽ എല്ലാ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ മേഖലകളും നിങ്ങൾക്ക് തുറന്നു കിടക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യണം. നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങൾ ഒരു അത്യാവശ്യ ഘടകമാണ്. യു ആർ എൻ ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് ദെയർ ഗ്രോത്ത് ആൻഡ് ഫോർ ദെയർ സക്സസ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്, നല്ലൊരു ഓണക്കാലമാണ്, റിസൾട്ടൊക്കെ വരാൻ പോകുന്നു. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്തി എത്രയും പെട്ടെന്ന് ഈ പ്രൊഫഷനിലോട്ട് വരികയും, കമ്പനി സെക്രട്ടറിമാര് പഴയതുപോലല്ല, നമ്മളൊരു അറിയപ്പെടുന്ന ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊഫഷണലാണ്. ജോലിയിലായാലും പ്രാക്ടീസിലായാലും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലും പുറത്തും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. മറക്കരുത്. എല്ലാവർക്കും ഓണാശംസകൾ. എത്രയും പെട്ടെന്ന് കമ്പനി സെക്രട്ടറി ആവും. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ സ്വന്തം ബിലു ബാലകൃഷ്ണൻ.